ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു പറ്റ് പോലീസുകാരനും പറ്റും, ഒരബദ്ധം സംഭവിക്കാം. പക്ഷെ രണ്ടാമതൊരു അബദ്ധത്തിന് ഒരു മുമ്പിൽ ആ മനുഷ്യൻ നിന്നു കൊടുക്കരുത്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടപ്പോൾ മോഷ്ടാവാണെന്നോ തെളിഞ്ഞ സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കൊണ്ടുവന്നു. നമുക്കും ജീവിതത്തിൽ ജാഗ്രത ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുൽദഉൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മർറത്തൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരു മാളത്തിൽ നിന്നും 2 പ്രാവശ്യം പാമ്പ് കടിക്കാൻ പാടില്ല. മുഅ്മിനായ മനുഷ്യന് ജാഗ്രത ഉണ്ടാകണം. ഒരു മാളത്തിൽ നിന്ന് 1 കടിച്ചാൽ പിന്നെ രണ്ടാമത് അവിടെ നിന്ന് പാമ്പ് കടിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. സൂക്ഷ്മത വേണം. ഇതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു ചരിത്രം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖലീഫയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഖലീഫയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം യമനിൽ നിന്ന് ഒരാൾ മദീനയിൽ വന്നു. വന്നയാള് അതിഥിയാണ്. അതിഥിക്ക് സൗകര്യം കൊടുക്കുക എന്നുള്ളത് നാട്ടുകാരുടെ ചുമതലയാണ്, പ്രത്യേകിച്ചും ഭരണാധികാരിയുടെ ഉത്തരവാദിത്വവുമാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്ന് ഇദ്ദേഹം മുട്ടിയപ്പോൾ അതിഥിയാണെന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു വീട്ടിൽ അദ്ദേഹത്തിന് ഇടം കൊടുത്തു. അതിഥിക്ക് 3 ദിവസം താമസവും ഭക്ഷണവും കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്, നിർബന്ധമാണ്. 3 ദിവസം കഴിഞ്ഞ് എന്തിനു വന്നു എന്ന് ചോദിക്കാൻ പോലും പാടുള്ളൂ. വീട്ടുകാരൻ വെളിയിൽ ഇറങ്ങി കിടന്നിട്ടാണെങ്കിലും അതിഥിക്ക് ഇടം കൊടുക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന്റെ നിർബന്ധ ബാധ്യതയുമാണ്. പക്ഷെ ഈ വന്ന അതിഥിക്കൊരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ വലത് കൈ ഇല്ല, മുൻകൈ മുറിക്കപ്പെട്ടയാളാണ്. വന്നപാടെ ഇയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ യമനിലെ ഗവർണർ എന്നോട് അനീതി കാണിച്ചു, അക്രമം കാണിച്ചു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൈ മുറിച്ചു കളഞ്ഞത് ഗവർണർ എന്നോട് കാണിച്ച അനീതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈയില്ലാത്ത ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു സംശയമുണ്ട്. കാരണം സാധാരണ ഇസ്ലാമിക ഖിലാഫത്തില് മോഷണം നടത്തിയാൽ കൈ മുറിക്കും. 1 ദീനാറിന്റെ 4/1 വിലയുള്ള സാധനം സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് മോഷ്ടിച്ചു കഴിഞ്ഞാൽ വലത് കൈ ഇവിടെ വെച്ച് മുറിക്കപ്പെടും. അതതിന്റെ ശിക്ഷയാണ്. അപ്പൊ ഈ വന്നയാളെ കുറിച്ച് സംശയമുണ്ട്. പക്ഷെ ഉറപ്പുവരുത്തണമെങ്കിൽ യമനിലേക്ക് ആളെ വിട്ട്, ദൂതനെ വിട്ട് വിവരം തേടണം. എന്തിനാണ് ഇയാളുടെ കൈ മുറിച്ചതെന്ന് ഗവർണറോട് ചോദിക്കണം. അങ്ങനെ വരുമ്പോൾ ദിവസങ്ങൾ എടുക്കും. ഇയാൾ അതിഥിയാണ്, ഇയാൾക്ക് ഇപ്പൊ തന്നെ താമസം കൊടുക്കേണ്ടത് നിർബന്ധവുമാണ്. അപ്പൊ അതുകൊണ്ട് അത് സാധിക്കൂല. ഏതായിരുന്നാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു മനുഷ്യന് അതിഥി എന്ന നിലയ്ക്ക് സ്വീകരിച്ചു, താമസിക്കാൻ സൗകര്യം കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഇയാള് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, ഈ വന്ന അതിഥി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ ഉറപ്പായി ഇയാൾ മോഷണക്കാരനൊന്നുമല്ല. ഇങ്ങനെ പറയുന്നുണ്ട്, മാ ലൈലുക്ക ലൈലു സാരിക്ക്, നിന്റെ രാത്രി കണ്ടിട്ടൊരു മോഷണക്കാരന്റെ രാത്രിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മോഷ്ടാവാണെങ്കിൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂലല്ലോ. അപ്പൊ ഈ നിസ്കാരം കൂടി കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറപ്പായി ഇയാൾ മോഷ്ടാവൊന്നും അല്ല, നല്ല മനുഷ്യനെന്ന് ഉറപ്പായി. അങ്ങനെ ഇരിക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ അസ്മാ ബിൻത് ഉമൈസിന്റെ സ്വർണ്ണമാല മോഷണം പോയി. ഇയാൾ ഈ വീട്ടിൽ താമസിക്കുന്ന ദിവസങ്ങളിൽ തന്നെ മോഷണം പോയി സ്വർണ്ണമാല. ഇങ്ങനെ എല്ലാവരും കൂടി ഈ മാല അന്വേഷിക്കുകയാണ്. ഈ വന്ന അതിഥി മുന്നിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ട്. അയാളാണ് അന്വേഷിക്കാൻ മുന്നിലുള്ളത്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അലൈക ബിമൻ ബയ്യത്ത അഹ്ല ഹാദൽ ബൈത്തി സ്വാലിഹി, പടച്ചവനെ ഈ നല്ല മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ആരാണോ മോഷ്ടിച്ചത് അവനെ നീ കൈകാര്യം ചെയ്യണേന്ന് ഈ അതിഥി പറയുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുന്നിൽ നിന്ന് ഈ മാല അന്വേഷിക്കുന്നത്. എല്ലാവരും അന്വേഷിച്ചിട്ട് മാല കിട്ടിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ മാല കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ വിവരം മദീനയിലെല്ലാം പ്രചരിച്ചു. ഖലീഫയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയി, മാല മോഷണം പോയി എന്ന് വിവരം മദീന മുഴുവൻ അറിഞ്ഞു. മദീനയിലെ ഒരു തട്ടാന്റെ അടുക്കൽ നിന്ന് ഈ മാല കണ്ടുകിട്ടി. ഈ മാല കിട്ടി. അങ്ങനെ തട്ടാനെ വിളിച്ചു, ചോദ്യം ചെയ്തപ്പോൾ തട്ടാൻ പറഞ്ഞു, എനിക്കൊരാൾ വിറ്റതാണ്, ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചതാണെന്ന് പറഞ്ഞു. ആരാണ് നിന്റെ അടുക്കൽ തന്നതെന്ന് ചോദിച്ചു. എനിക്ക് ആളെ അറിയില്ല, പക്ഷെ അയാളുടെ വലത് കൈ ഇല്ല, അതാണ് അയാളുടെ അടയാളം എന്ന് പറഞ്ഞു. വലത് കൈ ഇല്ലാത്തയാളാണെന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇയാളെ സംശയം തോന്നി. വീട്ടിൽ വന്ന അതിഥിക്ക് വലത് കൈ ഇല്ലല്ലോ. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാനാണ് മോഷ്ടിച്ചതെന്ന് സമ്മതിക്കുകയും അദ്ദേഹത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലദഅബതുഹു അശദ്ദു അലാ ഖൽബി മിൻ സരിഖതിഹി, അവന്റെ മോഷണത്തെക്കാളും എന്റെ മനസ്സിൽ പിടിച്ചത് അവന്റെ ദുആയാണ്. മുന്നിൽ നിന്ന് അന്വേഷിക്കുകയും ഈ വീട്ടിൽ നിന്ന്, നല്ല മനുഷ്യന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചവൻ എന്നെ കൈകാര്യം ചെയ്യണമെന്ന് പടച്ചവനോട് ചെയ്ത ദുആയാണ് എന്റെ മനസ്സിൽ പിടിച്ചത്. കാരണം അവൻ തന്നെയാണ് കള്ളൻ, എന്നിട്ട് അവൻ അവനെതിരെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്.
ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു പറ്റ് പോലീസുകാരനും പറ്റും, ഒരബദ്ധം സംഭവിക്കാം. പക്ഷെ രണ്ടാമതൊരു അബദ്ധത്തിന് മുമ്പിൽ ആ മനുഷ്യൻ നിന്നു കൊടുക്കരുത്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു ബോധ്യപ്പെട്ടപ്പോൾ മോഷ്ടാവാണെന്നോ തെളിഞ്ഞ സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കൊണ്ടുവന്നു. നമുക്കും ജീവിതത്തിൽ ജാഗ്രത ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.